ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞ ലെവൽസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23,350 മുതൽ 23,300 വരെയുള്ള ഏരിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പം ആ ഒരു ഏരിയന്ന് പ്രൈസ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചാൻസ് ഫോർ സ്മോൾ റിവേഴ്സൽ ഫ്രം ദിസ് ഏരിയ. ഓക്കെ. അപ്പം ആ ഒരു ഏരിയയിലാണ് പ്രൈസ് കറക്റ്റ് ആയിട്ട് റിജക്ട് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയത്. നമ്മൾ അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഓർഡർ ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇന്നത്തെ 925ന്റെ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡെൽറ്റ ഡൈവർജൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡിയോച്ചൽ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തത്. അതായത് ഇവിടെയുള്ള സെല്ലേഴ്സ് ട്രാപ്പായി എന്നാണ് നമുക്ക് ഈ ഒരു ചാർട്ട്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള എവിടെയൊക്കെ ബയേഴ്സ് ട്രാപ്പ് ആവുന്നുണ്ട്, എവിടെയൊക്കെ ബൈ ഓർഡേഴ്സ് ഉണ്ട്, എവിടെയൊക്കെ സെൽ ഓർഡേഴ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഒരു ക്യാൻഡിൽ സിക്സിന്റെ ചാർട്ട്സിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസിൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഗെയിൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 23,500 മുകളിൽ അഗെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 23,000, അതായത് നിഫ്റ്റി സബ്സൈഡ് ചാൻസ് ഇഫ് ബ്രേക്ക് ഔട്ട് ആൻഡ് സസ്റ്റെയിൻ എബവ് 23,500 അപ്പം അതുപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു 23,500 ലെവലിൽ നിന്ന് ഏകദേശം ഒരു 77 പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത സമയത്ത് നമ്മൾ അഗെയിൻ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്താണ്, ആ ഒരു ഡേ ലോയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിഫ്റ്റി ഡേ ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് ഉള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സൈഡിലേക്ക് ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് എന്താണ്, ആ ഒരു നേരെ ആ ഒരു ഹൈയിൽ നേരെ മാർക്കറ്റ് ഡേ ലെവലിലേക്ക് എത്തി. അവിടെ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തത്. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രേഡ് സെറ്റപ്പും അല്ലെങ്കിൽ ലെവൽസും കാര്യങ്ങളൊക്കെ റിജക്ഷൻ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ പുതിയൊരു ബാച്ച് ഈ മാസം അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയില് നിഫ്റ്റിയുടെ 5 മിനിറ്റ് സ്പോട്ട് പ്രൈസിന്റെ പ്രൈസ് ആക്ഷൻ ലെവലും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഓക്കെ. അതായത് നാളത്തേക്ക് നമുക്ക് അപ്സൈഡിലേക്ക് നമുക്ക് ഈ ഇന്നത്തെ ഹൈന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് 23,850 ലെവലിന്റെ അടുത്തേക്ക്, അതായത് നമ്മൾ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 23,840 മുതൽ 23,933 എന്ന് പറയുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ അപ്പ് സൈഡിലേക്ക് ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ലെവലിന്റെ അടുത്തുനിന്ന് ഒരു ഗ്യാപ്പ് ഈ ഒരു ഏരിയയിൽ അടുത്ത് മാർക്കറ്റ് നാളെ ഒരു ഓപ്പണിംഗ് തന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റിജക്ട് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ലെവൽ ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതൊരു ചെറിയ ലെവലാണ്. 23,730 എന്ന് പറയുന്ന ലെവല് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അതുപോലെ തന്നെ 23,656 എന്ന് പറഞ്ഞ ലെവൽ ഇന്നത്തെ ഹൈ ആണ്, അത് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് 491. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് ഈ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു 500 ലെവലിന് താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക.
അതായത് 23,380 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഫർദർ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് താഴെയാണ്. അതായത് 23,350 താഴെയായിട്ട് നമുക്ക് എഗെയിൻ ഒരു ഫർദർ ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 23,200ലേക്കും അതുപോലെ തന്നെ 23,100 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഫ്യൂച്ചറിന്റെ ചാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് പ്രോഫിറ്റ് ചാർട്ടിൽ ഈ കെ പീരീഡിൽ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് റിവേഴ്സ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള കാര്യം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് രാവിലെ പ്രൈസ് റിജക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. അതായത് ആ ഒരു ഏരിയയിൽ ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നാളത്തേക്കും നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നിങ്ങൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 23,380 മുതൽ 23,370 വരെയുള്ള ആ ഒരു ഏരിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നിങ്ങൾ ഡ്രോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് ആണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ മാർക്കറ്റ് ഈ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി മാർക്കറ്റ് താഴേക്കുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് നാളെ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നമുക്ക് നാളെ നോട്ട് ചെയ്യുന്ന അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ ആണ്. അതായത് 23,600 ലെവല് ഒരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,440 ആണ്. അപ്പം ഇതിനിടയിൽ മാർക്കറ്റ് നാളത്തെ ഫ്യൂച്ചറിന്റെ ചാർട്ട് ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഒരു സൈഡ് വൈസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ഒക്കെ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഒരുപക്ഷെ ഈ വാല്യൂ ഏരിയന്റെ ലോയിലോ അല്ലെങ്കിൽ അപ്സൈഡിലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ട്രെൻഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് നാളെ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇതിന്റെ മുകളിൽ ഈ ഒരു വാല്യൂ ഏരിയന്റെ ഹൈയിൽ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബിയറിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു വാല്യൂ ഏരിയന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു വാല്യൂ ഏരിയന്റെ ഹൈയിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പി ഒ സി നമുക്ക് ടാർഗറ്റ് നോക്കാം. അതായത് പി ഒ സി എന്ന് പറയുന്നത് 23,545 എന്ന് പറയുന്ന ലെവലാണ്. നിങ്ങൾ ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയും അതുപോലെ തന്നെ പി ഒ സിയും അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയ ആണ്. ബയേഴ്സ് ആക്റ്റീവ് ആകാൻ ആ ഒരു ഏരിയയിൽ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.